കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജ് ആവും. കേട്ടപ്പോൾ തന്നെ ഞാനും ചാർജായി ഗൈസ്. കേട്ടപ്പോൾ അല്ല, കണ്ടപ്പോൾ തന്നെ രോമാഞ്ചിഫിക്കേഷൻ തന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ 4 നിമിഷങ്ങളിലേക്കാണ്, 4 മൊമെന്റ്സിലേക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതൊന്നും കപ്പുകൾ നേടിയിട്ടുള്ള നേട്ടങ്ങളല്ല, ഇൻഡിവിജ്വൽ പെർഫോമൻസുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നൊക്കെ കമന്റ് ബോക്സിൽ പറയാൻ വേണ്ടിയിട്ട് മറക്കണ്ട. എൻ്റെ മൈൻഡിലോട്ട് ആദ്യം ഓടിയെത്തിയ 4 എണ്ണമാണ് പറയുന്നത്. 4ാം സ്ഥാനത്ത് 2014 ഇന്ത്യ ശ്രീലങ്ക ഏകദിന മത്സരം. 2 ബാറ്റ്സ്മാൻമാർ ഇങ്ങനെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും. 150 കടന്ന് ബാറ്റ് ചെയ്യുന്ന രോഹിത് ശർമ്മയും സെഞ്ചുറിയിലേക്ക് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിരാട് കോഹ്ലി. പക്ഷെ ഓട്ടത്തിനിടയിലുള്ള ചെറിയ കൺഫ്യൂഷനിൽ വിരാട് കോഹ്ലി റൺഔട്ട് ആവുന്നു. സ്ഥിര രീതിയിൽ രോക്ഷ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ട് വിരാട് കോഹ്ലി പവലിയനിലേക്ക് അപ്പോഴത്തേക്ക് വലിയൊരു പ്രഷറിലേക്ക് രോഹിത് ശർമ്മ എത്തി. പക്ഷെ പിന്നെ അവിടെ നടന്നത് ചരിത്രമാണ്. ശ്രീലങ്കൻ ബൗളർമാർ വട്ടമാണ് നടന്നത്. ശ്രീലങ്കൻ ബൗളർമാരെ ഗ്രൗണ്ടിന്റെ എല്ലാ ദിക്കുകളിലേക്കും മനോഹരമായ ഷോട്ടുകൾ കൊണ്ട് പായിച്ച് രോഹിത് ശർമ്മ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു പുതിയ നാഴികക്കല്ല് നേടി. 2ാമത്തെ ഡബിൾ സെഞ്ചുറി മാത്രമല്ല, ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ 264 റൺസ്. ഇന്നും ആർക്കേലും അത് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ഇനി 3ാം സ്ഥാനത്ത് നമ്മളെ ആരെങ്കിലും ഇങ്ങോട്ട് ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ തിരിച്ചു കയറി അങ്ങോട്ട് മാന്തണം. 2007 ഫ്ലിൻറ്റോപ്പും യുവരാജും തമ്മിൽ ചെറിയൊരു വാക്കുരസൽ, ആ ഒരു വാക്കുരസൽ കഴിഞ്ഞിട്ട് അവിടേക്ക് ബോൾ ചെയ്യാൻ എത്തുന്നത് സ്റ്റുവർട്ട് ബ്രോഡാണ്. ഗ്രൗണ്ടിന്റെ എല്ലാ ദിക്കിലേക്കും യുവരാജ് അടിച്ചു വായിച്ചു. 6 ബോളുകളിൽ 6 സിക്സുകൾ, 12 ബോളുകളിൽ 50 റൺസ്. T20 ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള വെടിക്കെട്ട് 50കളിൽ ഒന്നാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി 2ാമത് ഒരു ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. കയ്യിൽ നിന്ന് പോയ മത്സരം തിരികെ പിടിച്ചു തന്ന ഹീറോയിസം. 3% വിജയസാധ്യത 100% വിജയസാധ്യതയാക്കി മാറ്റിയ ചേസ് മാസ്റ്റർ കിങ് കോഹ്ലി, വിരാട് കോഹ്ലിയുടെ അൾട്ടിമേറ്റ് മാസ്. 2022 T20 വേൾഡ് കപ്പ്. കയ്യിൽ നിന്ന് പോയ മത്സരം. ഈ ഒരു മത്സരം ഒരു തരത്തിലും ഇന്ത്യക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ലെന്ന് കമന്ററി ബോക്സിൽ വരെ പലരും പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് സ്ട്രഗിൾ ചെയ്ത്, ഫൈറ്റ് ചെയ്ത്, ഡിഫെൻഡ് ചെയ്ത്, അറ്റാക്ക് ചെയ്ത് അന്ന് ചേസ് മാസ്റ്റർ വിരാട് കോഹ്ലി പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ഒരു വിജയം ഉണ്ടായിരുന്നല്ലോ. 53 ബോളുകളിൽ 82 ഉണ്ടല്ലോ. ചാർജിങ് മൊമെന്റ് തന്നെയായിരുന്നു. 1ാം സ്ഥാനത്ത് ഒരു ക്രിക്കറ്റ് ഇന്നിങ്സ് അല്ല, ഒരാളുടെ യാത്രയപ്പാണ്. യാത്രയപ്പിന് ഇത്രമാത്രം ആവേശം നൽകാൻ കഴിയുമോ? വാങ്കഡെ സ്റ്റേഡിയം ഒരൊറ്റ പേര് മാത്രം ഉരുവിട്ട ദിവസമായിരുന്നു. സച്ചിൻ, സച്ചിൻ, സച്ചിൻ. ഇത്രയും കാലം ക്രിക്കറ്റിനെ നെഞ്ചിലേറ്റിയതിന്, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സ്വപ്നങ്ങളെ തോളിലേറ്റിയതിന് ഒരു വലിയ ജനക്കൂട്ടം തൊണ്ട പൊട്ടി സച്ചിന് നാർപ്പ് വിളിച്ചിട്ടുള്ള ഒരു ദിനം. ഒരു താരത്തിനും സ്വപ്നം കാണാൻ കഴിയാവുന്നതിലും വലിയ ഒരു ഫെയർവെൽ രാജ്യം ഒരുക്കി കൊടുത്തിട്ടുള്ള നിമിഷം. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഫെയർവെൽ. സച്ചിനെ ഇഷ്ടമുള്ള അല്ല, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഏതൊരാളെയും ചാർജ് ആക്കുന്ന നിമിഷമാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇതാണ് എൻ്റെ 4 ചോയ്സുകൾ. ഇതിനകത്ത് കുറേ കുറ്റങ്ങൾ ഉണ്ടാവും. ഇതാണോടോ ചോയ്സ്? ഇതിൽ നല്ല സംഭവങ്ങളൊക്കെ ഇല്ലേ എന്നൊക്കെ പലതും മനസ്സിൽ വരുന്നില്ലേ? അതൊക്കെ കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ. നിങ്ങളെ ചാർജ് ചെയ്യിപ്പിച്ചിട്ടുള്ള, രോമാഞ്ചിഫിക്കേഷൻ തന്നിട്ടുള്ള ക്രിക്കറ്റ് മൊമെന്റ്സുകളൊക്കെ ആയിട്ട് കമന്റ് ബോക്സിൽ കൂടാം. ഐ ആം വെയിറ്റിംഗ്.